ഈ ബലിപീഠം ഇരിക്കുന്ന മദ്ബഹ അത് സ്വർഗത്തെ സൂചിപ്പിക്കുന്നു, കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പറയുന്ന പേരാണ് ഹൈക്കല, ഭൂമിയെ സൂചിപ്പിക്കുന്നു. കണ്ടോ, ഭൂമിയെ സൂചിപ്പിക്കുന്ന ഹൈക്കലായിൽ ജനങ്ങൾ നിൽക്കുന്നു. സ്വർഗത്തെ സൂചിപ്പിക്കുന്ന മദ്ബഹായിൽ വൈദികൻ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മദ്ബഹയ്ക്ക് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടം. അങ്ങനെ കർത്താവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടത്തെ മദ്ബഹ സൂചിപ്പിക്കുമ്പോൾ ഈ ബലിപീഠം കർത്താവിൻ്റെ കല്ലറയെ സൂചിപ്പിക്കുന്നു കുർബാനയിൽ. വേറൊരു സമയത്ത് ഈ ബലിപീഠം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയാവോ? അച്ഛൻ വന്നിട്ട് ബലിപീഠത്തിൻ്റെ 3 ഇടങ്ങളിൽ ചുംബിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ 3 ഇടങ്ങളിൽ ചുംബിക്കുമ്പോൾ ബലിപീഠം ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തെയാണ് സൂചിപ്പിക്കുക. ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനത്തോടുള്ള ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ടാണ് വൈദികൻ ബലി തുടരുക. അനാഫ്രയ്ക്ക് മുമ്പായിട്ടാണ് അത് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. ഇനി സമാധാനം ആശംസിക്കുന്നതിന് മുമ്പായിട്ട് അച്ഛൻ ബലിപീഠത്തിൽ ഒന്ന് ചുംബിച്ചിട്ടാണ് സമാധാനം ആശംസിക്കുക. അപ്പോൾ ഈ ബലിപീഠം കർത്താവിൻ്റെ കല്ലറയെ സൂചിപ്പിക്കുന്നു. ശൂന്യമായ കല്ലറ. ശൂന്യമായ കല്ലറ ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ശൂന്യമായ കല്ലറയെ സൂചിപ്പിക്കുന്ന ബലിപീഠത്തിൽ ചുംബിച്ചുകൊണ്ട് വൈദികൻ സമാധാനം ആശംസിക്കുമ്പോൾ ഈ സമാധാനം ഉത്തിതനായ ഈശോയുടെ സമാധാനമാണെന്നാണ് സൂചന. ഇതൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? അപ്പോൾ ആ സമാധാനം സ്വീകരിക്കുന്ന ഓരോരുത്തരും എന്നിട്ട് പരസ്പരം കൈമാറുന്നു. ഉത്തിതനായ ഈശോയുടെ സമാധാനമാണ് കൈമാറുന്നത്. ഇങ്ങനെ കൈമാറുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ബലി അർപ്പിക്കാനായിട്ട് ബലിപീഠത്തിലേക്ക് അണയുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബലിവസ്തുക്കൾ ബലിപീഠത്തിൽ വെക്കി, ആദ്യം പോയി അവനുമായി രമ്യപ്പെട്ടു വാ, എന്നിട്ട് മതി എനിക്ക് നിന്റെ ബലി എന്ന് പറഞ്ഞില്ലേ കർത്താവ് തിരുവചനങ്ങളിൽ? മത്തായി 5:23-24. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈശോയെ എനിക്ക് ഈ ലോകത്തിൽ ആരോടും വെറുപ്പില്ല, വൈരാഗ്യമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ ഉള്ളിലെ ഇരിപ്പും നമ്മൾ ചെയ്യുന്ന ഈ അടയാളത്തിൻ്റെ അർത്ഥവും